പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവജനത്തിനും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 നവംബർ മാസം 19 തീയതി ചൊവ്വാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ ആർദ്ര കരുണയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമായി നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയോടെ ഏവരെയും പരിപാലിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി കാതോർക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 34 അധ്യായം 29 വാക്യം. എക്സോഡസ് ചാപ്റ്റർ 34 വേഴ്സ് 29 നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ തന്നോട് അരുളി ചെയ്തത് നിമിത്തം തന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചു എന്ന് മോശ സാക്ഷ്യത്തിന്റെ പലക രണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് സീനായി പർവ്വതത്തിൽ നിറങ്ങുമ്പോൾ അറിഞ്ഞില്ല. നമുക്കേവർക്കും വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് വാഗ്ദത്ത വചനമായി പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്. മാനവ ചരിത്രത്തിൽ ലിഖിതമായ നിയമം ആദ്യമായി കൊടുക്കുന്നത് ദൈവവും കരങ്ങളിൽ വഹിക്കുന്നത് മോശയുമാണ്. തന്റെ ജനങ്ങൾ പാലിക്കുവാനുള്ള 10 കൽപ്പനകൾ ദൈവത്തിന്റെ കൈയാൽ നേരിട്ടെഴുതി മോശയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അതിനോടനുബന്ധിച്ചിട്ടുള്ള സകല കാര്യങ്ങളും 34 അധ്യായത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന, മോശ ദൈവസന്നിധിയിൽ നിന്നും ഇറങ്ങി വരികയാണ്. മോശ ഇറങ്ങി വരുമ്പോൾ മോശ അറിയാതെ മോശയിൽ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. അത് മോശയല്ല കാണുന്നതും സാക്ഷ്യപ്പെടുത്തുന്നതും മനസ്സിലാക്കുന്നതും. താഴ്വാരത്തിലുള്ള മോശയെ കാത്തു നിൽക്കുന്ന ജനങ്ങളാണ് മനസ്സിലാക്കുന്നത്. മോശയുടെ ത്വക്ക് പ്രകാശിച്ചിരിക്കുന്നു. എന്താണ് ഇതിന് കാരണം? നമുക്കറിയാം, ഇന്ന് മനുഷ്യൻ ത്വക്ക് പ്രകാശിക്കുവാനല്ല, ഫെയറായി കാണുവാൻ എന്തെല്ലാം നൂതന മാർഗങ്ങൾ അവലംബിക്കുന്നു. ഇന്നെല്ലാവർക്കും സൗന്ദര്യബോധം കൂടുതലാണ്. ഓരോ അവയവത്തിനും വേണ്ട സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ, അതിനുവേണ്ട പുതിയ പുതിയ നൂതന രീതികൾ എല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നു. പക്ഷെ പ്രിയമുള്ളവരെ, ഇതിനൊക്കെ എത്ര ആയുസ്സാണ് ഉള്ളത്? അത് ചെയ്യുന്നവർക്കൊക്കെ അറിയാം എത്ര ആയുസ്സാണുള്ളത്. ഓരോന്നിനും ഒരു മിനിമം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ പണവും പോകും, നമ്മൾ ആകമാനം മ്ലാന മൗന അവസ്ഥയിലെത്തുകയും ചെയ്യും. ഇതാണ് ഇന്നത്തെ അവസ്ഥ. എന്നാൽ മോശയുടെ ത്വക്ക് മുഴുവനും പ്രകാശിച്ചു. അത് മോശ അറിഞ്ഞില്ല. മോശയെ കണ്ട ജനങ്ങൾ സാക്ഷിക്കുകയാണ്. ഇതിന്റെ കാരണം 26, 27, 28 വാക്യങ്ങൾ വായിക്കുമ്പോൾ 40 ദിനരാത്രങ്ങൾ ദൈവത്തോട് ചേർന്ന് സീനായി പർവ്വതത്തിൽ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ദൈവിക സാന്നിധ്യത്തിൽ ഇരുന്നപ്പോൾ മോശയുടെ ത്വക്ക് പ്രകാശിച്ചു. അപ്പോൾ നമ്മുടെ ത്വക്ക് പ്രകാശിക്കാൻ ഒരു സലൂണിലും ബ്യൂട്ടി പാർലറിലും ഒന്നും പോയി കാശ് മുടക്കേണ്ട കാര്യമില്ല. യഥാർത്ഥ പ്രകാശം വരണമെങ്കിൽ ദൈവം ഉള്ളിൽ വരിക, നാമും ദൈവവുമായി അഭേദ്യമായ ബന്ധത്തിലാവുക. ഇതാണ് ഏറ്റവും പ്രധാനം. ഞാൻ വളരെ സ്നേഹത്തോടെ ജീവജലം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ,
ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മളൊക്കെ പാരമ്പര്യമായി വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ടു. അവരവർ പോകുന്ന സഭകൾ അത് പുരാതനമോ പാശ്ചാത്യമോ പൗരസ്ത്യമോ നൂതനമോ എന്തുമായിക്കൊള്ളട്ടെ, സഭകളിൽ പോകുന്നു, ഗായക സംഘത്തിൽ പാടുന്നു, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നു, ചർച്ച് കമ്മിറ്റി, വിവിധ കൂട്ടായ്മകൾ, ശുശ്രൂഷകൾ, പ്രസംഗം, പ്രാർത്ഥന, പാട്ട് എന്നു വേണ്ട ചുരുക്കത്തിൽ എല്ലാവിധ ആത്മീയ ശുശ്രൂഷകളിലും പങ്കുചേരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തോടു കൂടെ ആയിരിക്കുന്നു. നമ്മുടെ ത്വക്ക് പ്രകാശിക്കുന്നുണ്ടോ? വളരെ ഗൗരവമുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ നമ്മുടെ ആരാധനയിൽ 2 മണിക്കൂറോ 2.5 മണിക്കൂറോ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിന്ന് ഒക്കെ ചെയ്യുന്നു. പക്ഷേ പുറത്തു വരുമ്പോഴും മുഖം മ്ലാനമാണ്, ആകമാനം മന്ദഗതിയിലാണ്. ആരാധന കഴിഞ്ഞിറങ്ങി സത്യത്തിലും ആത്മാവിലും ആരാധിച്ചു, കർത്തൃമേശ കൈക്കൊണ്ടു എന്നൊക്കെ പറഞ്ഞ് പുറത്തോട്ടിറങ്ങുന്ന നമ്മളോട് ഒരാൾ ചോദിക്കുക, സഹോദര എന്തുകൊണ്ട് വിശേഷം, എങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങൾ? വളരെ വേദനയോടെ മുഖത്ത് നോക്കിയിട്ട് പറയും, ആ എന്തോ പറയാനാ, ഇങ്ങനൊക്കെ അങ്ങ് പോകുന്നു. ഇതല്ലേ നമ്മുടെ പതിവ് പല്ലവി? അല്ല, അങ്ങനെ ആവരുത്. ദൈവത്തോട് കൂടെ വസിക്കുന്ന ഒരു ദൈവ പൈതൽ പ്രകാശിതമായിരിക്കും. അത് ഞാൻ ദൈവ പൈതലാണ്, പ്രാർത്ഥിക്കുന്ന ആളാണ്, പാടുന്ന ആളാണ്, പ്രസംഗിക്കുന്ന ആളാണെന്നും വിളിച്ചു പറയൊന്നും വേണ്ട. നമ്മുടെ ത്വക്ക് പ്രകാശിക്കുന്നത് മുഖത്തെ വെളിച്ചം, മുഖത്തെ വെട്ടം, ആ തെളിച്ചം മറ്റുള്ളവർ കാണുമ്പോൾ അറിയാം ഈ വ്യക്തി ദൈവത്തോടു കൂടെ ആയിരുന്നു. അല്ലാത്തതൊക്കെ കൃത്രിമമാണെന്നേ. അതാണ് ഞാൻ പറഞ്ഞത്, അതിനൊക്കെ ടൈം ലിമിറ്റ് ഉണ്ട്, ഒരു ബ്രാക്കറ്റ് പീരീഡിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ മോശയുടെ കൂട്ട് ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവകൃപ പ്രാപിച്ച് നാം പുറത്തു വരുമ്പോൾ നമ്മുടെ ത്വക്ക് പ്രകാശിക്കും. അത് അനേകർക്ക് അനുഗ്രഹമാകും, അനേകർക്ക് വിടുതലാകും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമുക്കൊക്കെ പല പല പ്രശ്നങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുടെ പ്രശ്നം, കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ ആ പ്രശ്നം, മുതിർന്നു കഴിഞ്ഞാൽ പറയണ്ടല്ലോ, അതിലും വലിയ പ്രശ്നം. ഇനിയും അവർ പഠിച്ചാലോ ജോലി കിട്ടിയാലോ വിവാഹം കഴിഞ്ഞാലോ എന്ന് വേണ്ട, എന്നും പ്രശ്നങ്ങൾ. മാതാപിതാക്കളുടെ പ്രശ്നം, ഒറ്റയ്ക്കായിരിക്കുന്നു, പല പല പ്രശ്നങ്ങൾ, ജോലിയിലെ പ്രശ്നം, ടെൻഷൻ, പ്രഷർ, ആകമാനം ഫ്രസ്ട്രേറ്റഡ് ആകുന്നു, ഒരു സന്തോഷവുമില്ല, ഒരു റിലാക്സേഷനും കിട്ടുന്നില്ല. സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഫിനാൻഷ്യൽ പ്രോബ്ലം, ലീഗൽ ഇഷ്യൂസ്, നീണ്ടുപോകുന്നു പ്രശ്നങ്ങളുടെ പട്ടിക. നിങ്ങൾ ചിന്തിച്ചേക്കാം, സഹോദരൻ പറഞ്ഞതെല്ലാം ശരിയാ, ഇതെല്ലാം ഉള്ളപ്പോൾ എങ്ങനെയാണ് മുഖം പ്രകാശിക്കുന്നത്, ത്വക്ക് പ്രകാശിക്കുന്നത്? പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ? ആരാധനയ്ക്ക് പോകാഞ്ഞിട്ടാണോ? വേദപുസ്തകം വായിക്കാഞ്ഞിട്ടാണോ? കുടുംബ പ്രാർത്ഥന ചെയ്യാഞ്ഞിട്ടാണോ? ഒന്നുമല്ല. പക്ഷേ ഞങ്ങളുടെ അവസ്ഥ ഇതാ. ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മളോട് പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. 40 രാവും 40 പകലും ഭക്ഷണം കഴിക്കാതെയോ ജലപാനം നടത്താതെയോ ദൈവത്തോട് കൂടെയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ എന്താ നമുക്ക് മനസ്സിലാക്കുന്നത്? ജഡീകമായ ശാരീരികമായ ഒരു വ്യക്തിയുടെ, ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉൾപ്പെടെ എല്ലാം ഒഴിവായി മറ്റുള്ളതിൽ നിന്നെല്ലാം പുറത്തു വന്ന് വളരെ ഏകാഗ്ര ഹൃദയത്തോടെ ഭക്ഷണകാര്യം, പാനീയകാര്യം, മക്കളുടെ കാര്യം, കുടുംബകാര്യം ഇതൊക്കെ മാറ്റിവെച്ച് പരിപൂർണമായി ദൈവത്തിൽ അർപ്പിച്ചിരിക്കണം. ഇനി ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, പാട്ട് പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ആരാധന നടക്കുമ്പോഴും വിശുദ്ധ കുർബാന കർത്തൃമേശ അനുഷ്ഠിക്കുമ്പോഴും നമ്മുടെ ചിന്ത, അയ്യോ ആ കാര്യം എന്തായി തീരും, നാളെ അത് നടക്കുമോ,
എങ്ങനെയാ ഇങ്ങനെയുള്ള ആകുല ചിന്തകൾ വരുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥന പൂർണ്ണമാകുന്നത്? പിന്നെ എങ്ങനെയാണ് ദൈവത്തിൽ നിന്നും ആ പ്രകാശം നമ്മിലേക്ക് വരുന്നത്? ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ നാളുകളിൽ ദൈവത്തോട് നാം ചേർന്നിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ഭാരങ്ങളുണ്ട്, നിന്ദകളും പരിഹാസങ്ങളും ദുഷികളും വേദനകളും രോഗങ്ങളും ദൈനംദിന ജീവിതത്തിന്റെ വെല്ലുവിളികളും ഒക്കെ ഉണ്ട്. അതിനെയെല്ലാം അതിജീവിച്ച് നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. പക്ഷേ അതും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും മനസ്സ് തുറന്ന് ചിരിക്കാൻ സാധിക്കത്തില്ല, ഉള്ളു തുറന്ന് സന്തോഷിക്കാൻ പറ്റത്തില്ല, സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റത്തില്ല. ശരിയല്ലേ? അങ്ങനെ വേണമെങ്കിൽ എല്ലാം മറന്ന് ദൈവത്തോട് ചേരണം. അതുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള ജീവിത പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്ന അനേകം മാതാപിതാക്കളും സഹോദരങ്ങളും എൻ്റെ യുവജന സുഹൃത്തുക്കളും ഈ ദൈവവചനം വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയാനുള്ളത്, മകനെ, മകളെ, ഭാരവും പ്രയാസവും ഒക്കെ ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു അപ്പൻ നമുക്കുണ്ട്. ആ അപ്പന്റെ പാദത്തിൽ സമർപ്പിച്ചിട്ട് എല്ലാം മറന്ന് ആ അപ്പനോടൊന്ന് ചേർന്നിരിക്കുക. ആ അപ്പന്റെ കൃപ നമ്മിലോട്ട് പകരുമ്പോൾ നമ്മുടെ ഭാരമൊക്കെ മാറി അതുവരെ മ്ലാന മുഖത്തോടെ ഹൃദയവേദനയോടെ ആയിരുന്ന നമ്മുടെ ഉള്ളിലേക്ക് ആ ദൈവീക സമാധാനം ഇറങ്ങും, സ്വർഗീയ ചൈതന്യം നമ്മളിലേക്ക് പകരും. അങ്ങനെ എല്ലാം മറന്ന് നാം അനുഗ്രഹിക്കപ്പെട്ടവരായി, സന്തോഷമുള്ളവരായി, വളരെ തേജസ്സോടെ മുന്നേറി പോകുവാൻ ഇടയാകും. ജീവജലം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കേവർക്കും മോശയുടെ ജീവിതത്തിലുണ്ടായ അതേ അനുഭവമായ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ നാം എന്തു വായിച്ചു കേട്ടോ അതുപോലെ സംഭവിക്കുവാൻ ഇടയാവട്ടെ. നിങ്ങളുടെ ജീവിതം ദൈവത്താൽ ധന്യമാവട്ടെ. നിങ്ങളുടെ യാത്രകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ ദൈവകൃപ ചൊരിയട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമായി ഹൃദയത്തിൽ നിന്ന് ഒരു ഹെയർ ലൈൻ എങ്കിലുമുള്ള എല്ലാ പ്രതികൂലങ്ങളും ഭാരങ്ങളും ഇരുളുകളും മാറി പ്രകാശം ആദ്യം ഹൃദയത്തിൽ വരട്ടെ. എന്നിട്ട് അത് നമ്മുടെ മുഖത്തേക്ക് പ്രകാശിക്കട്ടെ. അതിന്റെ സന്തോഷം നമ്മുടെ നാവിൽ നിന്നും പുറത്തു വരട്ടെ. അനേകർ യേശുവിൽ ആശ്രയിപ്പാൻ ഇടയാവട്ടെ. ഇന്നത്തെ ദിനം ഈ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് സാക്ഷിക്കത്തക്കവണ്ണം കർത്താവിന്റെ കൃപ വ്യാപരിപ്പാൻ, അനേകരിലേക്ക് അത് പകരുവാൻ, അങ്ങനെ നാം മാത്രമല്ല നമ്മുടെ ചുറ്റുപാടും ഈ സ്വർഗീയ പ്രകാശം പരത്തുന്നവരായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മെ ഏവരെയും ഒരുക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം സഹായിക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മാനവ ലോകത്തിന് ലിഖിത നിലയിൽ എഴുതപ്പെട്ട കൽപ്പനകളുമായി ദൈവസന്നിധിയിൽ നിന്ന് മോശ വന്നപ്പോൾ മോശയുടെ ത്വക്ക് പ്രകാശിച്ചു എന്ന് വാഗ്ദത്ത വചനത്തിൽ കൂടെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങളും വേദനകളും സങ്കടങ്ങളും ഭാരങ്ങളും നിറഞ്ഞ ഈ ലോകയാത്രയിൽ ജീവിക്കുമ്പോൾ ഒരിക്കലും വേണ്ടവണ്ണം പ്രകാശം കൊടുക്കുവാൻ കഴിയാതെ മ്ലാനമുഖത്തോടെ ജീവിക്കുന്ന കുറവുകൾ, പോരായ്മകൾ ക്ഷമിച്ച് അങ്ങയുടെ വലിയ പ്രകാശം ഞങ്ങളിലേക്ക് പകരണമേ. മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്നവരായി തീരുവാൻ ഇടയാകണമേ. അതിന് വിപരീതമായിട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിന്റെ കുറവുകൾ, ആകുല ചിന്തകൾ, ഭയങ്ങൾ, വേദനകൾ, നിരാശകൾ, സംശയം ഇവയെല്ലാം മാറി ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ മുന്നേറുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ മോശയുടെ ത്വക്ക് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ പ്രകാശിച്ചു. അത് മറ്റുള്ളവർ കണ്ട് സാക്ഷിച്ചു. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ഈ ദൈവത്തോടൊരു ഉഭയസമ്മതം ചെയ്ത് ദൈവത്തിന്റെ കൃപ പ്രാപിച്ച്
നമ്മുടെ ഹൃദയത്തിന്റെ വേദനകളും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ മാറി സ്വർഗീയ പ്രകാശം നമ്മിലേക്ക് പകർന്ന് അത് നമ്മുടെ മുഖത്തിലായി, ജീവിതത്തിലായി, സംസാരത്തിലായി, ശുശ്രൂഷയിലായി അനേകരെ ജീവന്റെ ഉറവങ്കിലേക്ക് നയിപ്പാൻ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ചൊരിയട്ടെ. ഇന്ന് ഈ വാഗ്ദത്ത വചനം കേട്ട എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് തന്റെ കൃപയാൽ പ്രകാശിതരായി നടത്തട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.